ഇന്നലെ നമ്മൾ ക്രിയേറ്റിവിറ്റിയാണ് കണ്ടത്. ക്രിയേറ്റിവിറ്റിക്കുള്ള മറ്റൊരു ഡെഫിനേഷനാണ് അസംഷൻ ബ്രേക്കിംഗ് പ്രോസസ്സ്. ഇത് ഗോസ്പലിൽ നമ്മൾ കാണുന്നതാണ്, അസംഷൻ ബ്രേക്കിംഗ് പ്രോസസ്സ്. ഫരിസേർക്കൊരു അസംഷൻ ഉണ്ടായിരുന്നു. ചുങ്കക്കാരെന്ന് പറയുന്നത് ദ്രോഹികളാണ്, പാപികളാണ്, അവരുടെ കൂടെ കൂട്ടുകൂടാൻ പാടില്ല. പക്ഷെ അത്ര ആൾക്കാരുടെ കൂടെയാണ് ഈശോ കൂട്ടുകൂടിയത്, അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചത്. ഈശോയുടെ അസംഷൻ ബ്രേക്ക് ചെയ്യാണ്. കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം സോണിയാഗാന്ധി നിൽക്കുന്നൊരു ഫോട്ടോയെക്കുറിച്ച് മുഖ്യമന്ത്രി പരാമർശിച്ചു. അതിനെക്കുറിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പോറ്റി മുഖ്യമന്ത്രിയോടൊപ്പം നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നൊരു ഫോട്ടോ ഉണ്ടല്ലോ. നമുക്കൊരു അസംഷനുണ്ട്, ആരെങ്കിലും ഒരാൾ കുറ്റാരോപിതനായി കഴിഞ്ഞാൽ പിന്നെ അയാൾ ഏതെങ്കിലും പ്രമുഖൻ്റെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രമുഖർക്കൊക്കെ പിന്നെ പണിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈശോയുടെ കാലത്ത് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഈശോയുടെ ഫോട്ടോസിൽ ഈശോയുടെ കൂടെ ആരായിരിക്കും? ചുങ്കക്കാർ, പാപികൾ, വ്യഭിചാരികൾ, രോഗികൾ, ഏതെങ്കിലും മെനയുള്ള ഒരാളുടെ കൂടി ഈശോയുടെ ഫോട്ടോ കാണാൻ പറ്റുമോ? ഉണ്ടാവില്ല. എന്നിട്ട് ഈ ഫോട്ടോയുടെയൊക്കെ ടാഗ്ലൈൻ എന്തായിരിക്കും? സെൽഫി വിത്ത് സിന്നേഴ്സ്. നമ്മുടെ അസംഷൻ എന്താ ബ്രേക്ക് ചെയ്യേണ്ടതെന്ന് അറിയാമോ? ജീസസ് ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ക്ലെൻസ്ഡ് അപ്പിയറൻസസ്. ജീസസ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ക്ലെൻസ്ഡ് ഹാർട്ട്സ്. ഈശോ ഒരു പാപിയുടെ കൂടെ ഇരിക്കുമ്പോൾ ഈശോ അല്ല അൺക്ലീൻ ആവുന്നത്, ജീസസ് ഈസ് മേക്കിംഗ് ഹിം ക്ലീൻ.